കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. രാത്രിയിലെ 4 യാമങ്ങൾ ഏതൊക്കെ? വെളുപ്പിന് 3 മണിക്ക് ഉണരുന്നവരാണോ നിങ്ങൾ? ദൈവം നിങ്ങളെ 3 മണിക്ക് ഉണർത്തിയിട്ടും നിങ്ങൾ വീണ്ടും അത് മനസ്സിലാക്കാതെ കിടന്നുറങ്ങുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാത്രിയിലെ യാമങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു. 1-ാം യാമം 6 മുതൽ 9 വരെയുള്ള സമയമാണ് 1-ാം യാമം എന്ന് പറയുന്നത്. ഈ യാമം മനുഷ്യൻ്റെ യാമം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്താണ് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളവർ തിരികെ ഭവനത്തിൽ എത്തുന്നത്. സങ്കീർത്തനം 104-ാം അധ്യായം 23-ാം വചനത്തിൽ ഇത് പറയുന്നു. ഈ സമയത്താണ് നഗരത്തിൻ്റെ കോട്ടവാതിലുകൾ അടയ്ക്കുന്നത്. ഈ സമയത്തിനു മുൻപ് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് ലൂസിൽ വച്ച് യാക്കോബ് പട്ടണവാതിലിന് വെളിയിൽ കിടക്കേണ്ടി വന്നത്. പുറത്തു പോയവർ എല്ലാവരും ഈ സമയത്തിനുള്ളിൽ വീടുകളിൽ എത്തിച്ചേരുമായിരുന്നു. അടുത്തത് 2-ാം യാമം 9 മുതൽ 12 വരെയുള്ള സമയമാണ് 2-ാം യാമം എന്ന് പറയപ്പെടുന്നത്. ഈ സമയം മൃഗങ്ങളുടെ യാമം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് മനുഷ്യർ തങ്ങളുടെ ഭവനത്തിലായിരിക്കും. 2-ാം യാമം മൃഗങ്ങൾ ഇര തേടാൻ ഇറങ്ങുന്ന സമയമായിട്ടാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. സങ്കീർത്തനം 104-ാം അധ്യായം 20-ാം വചനത്തിൽ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. മൂന്നാമതായി 3-ാം യാമം 12 മുതൽ 3 മണി വരെയുള്ള സമയമാണ്. ഇതിനെ പിശാചിൻ്റെ സമയമെന്നാണ് യഹൂദന്മാർ കരുതിയിരിക്കുന്നത്. ഈ സമയത്ത് അവർ പുറത്തിറങ്ങുക പതിവില്ല. രാത്രിയിലെ 3-ാം യാമത്തിൻ്റെ അന്ത്യത്തിലും 4-ാം യാമത്തിൻ്റെ തുടക്കത്തിലുമാണ് യേശു കടലിന് മുകളിൽ കൂടി നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത്. ഈ യാമം പിശാചിൻ്റെ യാമമായി കരുതിയിരിക്കുന്നതിനാലാണ് അവർ യേശുവിനെ കണ്ടപ്പോൾ ഭൂതമെന്ന് പറഞ്ഞ് നിലവിളിച്ചത്. അടുത്തതായി 4-ാം യാമം മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞ് ശിഷ്യന്മാരോട് പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ശിഷ്യന്മാർ കയറിയ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുത്ത് വന്നു. ഈ വേദഭാഗത്ത് പറയുന്ന പ്രധാന ചിന്ത രാത്രിയിലെ 4-ാം യാമം എന്നുള്ളതാണ്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിയോട് കൂടെയാണ്. 4-ാം യാമം എന്ന് പറയുന്നത് 3 മുതൽ 6 വരെയുള്ള സമയമാണ്. ഇത് ദൈവത്തിൻ്റെ യാമം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭക്തന്മാർ ഈ യാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയരെ, ഇരുട്ട് എന്നത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാണ്. കാറ്റ് പ്രതികൂലത്തെ കാണിക്കുന്നു. 3 യാമങ്ങളിലും ശക്തമായി പോരാടി നിന്റെ ജീവിത പടകിനെ മുക്കിക്കളയുമെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോൾ, എല്ലാം അസ്തമിച്ചു എന്ന് നീ വിധി എഴുതുമ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ 4-ാം യാമത്തിൽ നിന്നെ വിടുവിപ്പാൻ യേശു നിന്റെ പടകിൽ വരും. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ അവൻ നിന്നെ അക്കരെ എത്തിക്കും. കാരണം അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത് യേശു ആണെങ്കിൽ അവൻ നിന്നെ അക്കരെ എത്തിക്കും. മുക്കിക്കളയുവാൻ ഉയർന്നു വന്ന പ്രതികൂലമാകുന്ന തിരമാലകളുടെ മുകളിൽ ചവിട്ടിയാണ് യേശു നിൽക്കുന്നത്. നിന്റെ പ്രതികൂലങ്ങൾ യേശുവിൻ്റെ കാൽച്ചുവട്ടിലാണ്. ഈ പ്രഭാതത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിനോട് കൂടെ ഒന്നു ചേർന്ന് നടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.